ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. തൈലത്തിൻ്റെ സൗരഭ്യം കൊണ്ട് വീട് നിറഞ്ഞു. തൈലത്തിൻ്റെ സൗരഭ്യം. എന്നും വഴക്കും വിണക്കുമായിരുന്നു വീട്ടിൽ. ഇപ്പോൾ കർത്താവിനെ സ്തുതിക്കുന്ന സ്തുതിയുടെ ശബ്ദം. എന്നും അഭിപ്രായ വ്യത്യാസവും വാഗ്വാദവും പരസ്പര സ്പർദ്ധയുമായിരുന്ന വീട്ടിൽ ഇപ്പോൾ സ്തുതി ഉയരുന്നു. ഇപ്പോൾ അവിടെ ആനന്ദത്തിൻ്റെ ആരവാരം മുഴങ്ങുന്നു, ആരാധനയുടെ ആരവാരം. എന്നും ഭാര്യയും ഭർത്താവും തമ്മിൽ തർക്കമായിരുന്ന വീട്ടിൽ ഇപ്പോൾ തർക്കമൊന്നുമില്ല, സ്നേഹം മാത്രം, സൗമ്യത മാത്രം. എങ്ങനെ സംഭവിച്ചു? ഉത്തരവാദി യേശുക്രിസ്തുവാണ്. മരിച്ച് 4 ദിവസമായതിനു ശേഷം യേശുക്രിസ്തു ആ ബേഥാന്യയിലെ ഭവനത്തിലേക്ക് കടന്നു ചെന്നു. മാർത്തയും മറിയും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 4 ദിവസമായിട്ട് കരഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. വല്ലതും കഴിച്ചിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ പാടില്ല, കഴിക്കാൻ സാധ്യതയില്ല. ആകെ ആണും തുണുമായിരുന്ന സഹോദരൻ മരിച്ചുപോയി. അപ്പൻ ശീമോൻ കുഷ്ഠരോഗം പിടിച്ച് നേരത്തെ മരിച്ചു പോയിരുന്നല്ലോ. എന്നാൽ ഇന്ന് അല്പം ആശയ്ക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ടായിരുന്ന സഹോദരൻ മരിച്ചുപോയി. ആ സഹോദരനെ ശവമടക്കിയിട്ട് വന്നിട്ട് അവരങ്ങനെ ഇരുന്ന് കരയുകയാണ്, മുഖത്തോട് മുഖം നോക്കി ഇരുന്ന് കരയുകയാണ്. അവരെ ആശ്വസിപ്പിക്കാൻ യഹൂദന്മാർ ചിലരെല്ലാം വന്നിരുന്നു, പലരും വന്നിരുന്നു. പക്ഷേ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കും? മനുഷ്യർ പറഞ്ഞ് ആശ്വസിപ്പിച്ചാൽ ആശ്വാസമാവുകയില്ല. ശരിയല്ലേ? ഭർത്താവ് മരിച്ചുപോയി, നേരത്തെ വിധവയായി തീർന്നു, ദൈവമക്കളുണ്ട്, ദൈവമക്കൾ വന്നു, പ്രാർത്ഥിച്ചു, ആശ്വസിപ്പിച്ചു, കർത്താവ് സമാധാനം തരുമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ അത് സമാധാനമാവുകയില്ല. സമാധാനമാവണമെങ്കിൽ യേശു വരണം, യേശു തന്നെ വരണം. ഞാൻ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ യേശു വരട്ടെ, സമാധാനം കിട്ടും. യേശു ക്രിസ്തു എഴുന്നള്ളി വരട്ടെ, നിങ്ങളുടെ നീറുന്ന പ്രശ്നങ്ങൾക്ക് വെറുതെ കിട്ടും. നിങ്ങളുടെ ഉരുകി ഒലിക്കുന്ന ഹൃദയത്തിന് സമാധാനം കിട്ടും. വാടിക്കരിഞ്ഞ ജീവിതത്തിന് നവോന്മേഷം ലഭിക്കും. നിങ്ങൾക്ക് ദൈവത്തെ സ്തുതിക്കാൻ സാധിക്കും. യേശു വന്നു. മാർത്ത പറഞ്ഞു, എങ്കിൽ എൻ്റെ കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളുടെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നല്ലോ. സങ്കടപ്പെട്ട പറഞ്ഞത്, എങ്ങനെടിച്ചുകൊണ്ടാണ് പറഞ്ഞത്? മറിയ പറഞ്ഞു, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളുടെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. സഹോദരിമാർ രണ്ടുപേരും അതാ പറയുന്നത്. മറിയയ്ക്ക് ആദ്യം അല്പം പരിഭവം വന്നെന്ന് തോന്നുന്നു. കാരണം അവൾ ആദ്യം കർത്താവ് ഒന്ന് കേട്ടിട്ട് എഴുന്നേറ്റ് ചെന്നില്ല. അവൾ ഇതിനടുത്ത് തന്നെ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. മാർത്ത വന്ന് പറഞ്ഞാൽ ഗുരു വന്നിട്ടുണ്ട് നിന്നെ വിളിക്കുന്നു പറഞ്ഞതുകൊണ്ടാണ് അവൾ പിന്നെ എഴുന്നേറ്റ് ചെന്നത്. കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. കർത്താവ് പറഞ്ഞു, അവനെ വെച്ചത് എവിടെയാണ്? അപ്പോൾ അവർക്ക് സഹോദരിമാർക്ക് മനസ്സിലായി, കർത്താവിൻ്റെ വലിയ സ്നേഹമുള്ള ആളായിരുന്നല്ലോ ലാസർ. അന്ന് മരിച്ചപ്പോൾ കർത്താവിന് വരാൻ പറ്റിയില്ല, ഡെഡ് ബോഡി കാണാൻ പറ്റിയില്ല. അപ്പോൾ ഡെഡ് ബോഡി കാണാൻ വേണ്ടിയിട്ട് കർത്താവ് ആഗ്രഹിക്കുകയായിരിക്കും. മരിച്ചത് എവിടെയെന്ന് ചോദിച്ചത് അതുകൊണ്ടായിരിക്കും. ഡെഡ് ബോഡി ആയാലും കാണാൻ പറ്റുകയില്ല, അവിടെ ദുർഗന്ധം വ്യാപിച്ചല്ലോ, ഇനി അത് സാധ്യമല്ല. എങ്കിലും കർത്താവ് പറഞ്ഞുകൊണ്ട് പോകാം. അങ്ങനെ യേശുക്രിസ്തുവിൻ്റെ കൂടെ യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരും മാർത്തയും മറിയയും കുറേ യഹൂദന്മാരും എല്ലാവരും കൂടെ ഇങ്ങനെ കല്ലറയിലേക്ക് നീങ്ങുകയാണ്. കല്ലറയ്ക്കൽ ചെന്നു. കർത്താവ് പറഞ്ഞു, കല്ലൊന്ന് മാറ്റാമോ? കല്ലറയുടെ വാതിൽക്ക് വലിയൊരു കല്ല് ഉരുട്ടി വെച്ചിട്ടുണ്ട്, വലിയൊരു കല്ല്. മാർത്ത ചാടി പറഞ്ഞു, വേണ്ട വേണ്ട കർത്താവേ, വേണ്ട, കല്ല് മാറ്റിയാൽ നമുക്കിവിടെ നിൽക്കാൻ പറ്റില്ല. നാറ്റം വെച്ച് തുടങ്ങി, 4 ദിവസമായല്ലോ, പ്രതീക്ഷയ്ക്ക് വകയില്ല കർത്താവേ, നിങ്ങൾക്ക് നോക്കണ്ട, ഇനി കാണണ്ട. അതായത് ഞങ്ങൾക്കറിയാം നിനക്ക് ലാസറിനെ കാണാൻ ആഗ്രഹമുണ്ടെന്നറിയാം, കാരണം ലാസറിന് എൻ്റെ സ്നേഹിതനായിരുന്നു. അതുകൊണ്ട് നീ വന്നത് ലാസറിനെ കാണാൻ അന്ന് മരിച്ചപ്പോൾ വന്നില്ല, ഞങ്ങൾ അറിയിച്ചതാണ്, എങ്കിലും നീ വന്നില്ല. പക്ഷേ ഇപ്പോൾ ആ കാര്യം വേണ്ട കേട്ടോ. നാറ്റം വെച്ച് തുടങ്ങി, ദുർഗന്ധം വമിച്ചു തുടങ്ങി. ദൈവത്തിന് സ്തോത്രം. കർത്താവ് പറഞ്ഞു, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. അവർക്കൊന്നും മനസ്സിലായില്ല. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. ദൈവത്തിന് സ്തോത്രം. എന്നിട്ട് കർത്താവ് ആ കല്ലിലേക്ക് കുറച്ചുകൂടി നീങ്ങി നിന്നു. അപ്പോഴേക്കും അവരാരെല്ലാം വെച്ചെന്ന് കല്ല് നീക്കി. ദുർഗന്ധം വഹിക്കുന്ന ആ കല്ലറയ്ക്കുള്ളിലേക്ക് യേശു തൻ്റെ തിരുമുഖം അങ്ങോട്ട് കടത്തി, തൻ്റെ തൈ അങ്ങോട്ട് കല്ലറയ്ക്കുള്ളിലേക്ക് നീക്കി. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കേൾക്കൂ. ദുർഗന്ധം വമിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലേക്ക് യേശു പ്രവേശിച്ചാൽ അവിടെ സുഗന്ധപൂരിതമാകും. ദുർഗന്ധം വമിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകവശങ്ങളിലേക്ക് യേശു ക്രിസ്തു വന്നാൽ നിങ്ങൾക്ക് സുഗന്ധം ലഭിക്കും. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. സ്തോത്രം. എന്തൊരു അത്ഭുതം. പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തു തയ്യം കൊണ്ട് നീട്ടിയിട്ട് പറഞ്ഞു, ലാസറേ, പേര് പറഞ്ഞ് വിളിക്കുകയാണ്, ലാസറേ. ഈ സഹോദരിമാർക്കൊന്നും മനസ്സിലായില്ല. ലാസറേ, പുറത്തു വരിക. ഉറങ്ങിക്കിടക്കുന്നയാൾ വിളിച്ചെഴുന്നേൽപ്പിക്കുന്നത് പോലെ. അപ്പോഴുണ്ട് ആ ശരീരവാസകൾ തുണി കൊണ്ട് മൂടിയിരിക്കുന്നു,
മുഖം റൂമാലോട് കൂടിയിരിക്കുന്നു. ആ രൂപം ഇങ്ങനെ ഇങ്ങോട്ടൊന്ന് വയ്യ നടന്നു വരുന്നു. എന്തൊരത്ഭുതം! യഹൂദന്മാർ അതിശയം കൂറി നോക്കി, സഹോദരിമാർ രണ്ടുപേരും അത്ഭുതത്തോടെ നോക്കി, ശിഷ്യന്മാർ അതിശയത്തോടെ നോക്കി നിൽക്കുന്നു. എല്ലാവരും അത്ഭുതപ്പെട്ട് നിൽക്കുന്നു. മരിച്ച ലാസർ എഴുന്നേറ്റ് വരുന്നു. കാരണം വിളിച്ചത് സൃഷ്ടാവാണ്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. സൃഷ്ടാവാണ് വിളിച്ചത്. ലാസറെ പുറത്തു വരിക എന്ന് വിളിച്ചത് വാസ്തവത്തിൽ ജീവൻ്റെ ഉടയവനാണ് വിളിച്ചത്. സൃഷ്ടിയുടെ വിധാതാവാണ് വിളിച്ചത്. സൃഷ്ടിയുടെ ഉടമസ്ഥനാണ് വിളിച്ചത്. ലാസറെ പുറത്തു വരിക. പാതാളത്തിൻ്റെ ഗഹ്വരത്തിലേക്ക് ഇറങ്ങിപ്പോയ ലാസറിൻ്റെ പ്രാണൻ മടങ്ങി വന്നു. പാതാളത്തിൻ്റെ അഗാധത്തിലേക്ക് പോയ ലാസറിൻ്റെ പ്രാണൻ മടങ്ങി വന്നു. ആ ശരീരം ചലിച്ചു, നടന്നു. അവൻ നിൽക്കുമ്പോൾ കർത്താവ് പറഞ്ഞു, അവൻ്റെ കെട്ടൊക്കെ അഴിപ്പീൻ, അവൻ പോകട്ടെ, അവൻ സ്വതന്ത്രനാക്ക്. കെട്ടഴിച്ചു, റൂമാൽ മാറ്റി. സുന്ദരനായ ലാസർ സുസ്മേരവദനായി നിൽക്കുന്നു. ദൈവത്തിന് സ്തോത്രം. എന്തൊരു അത്ഭുതമാണ് നടന്നത്! എന്തൊരു അതിശയമാണ് നടന്നത്! ആളുകൾ അങ്ങ് ത്രിൽഡായി എന്ന് വേണമെങ്കിൽ പറയാം. ത്രിൽഡായി, എല്ലാവരും അത്ഭുതാധീനരായി. കർത്താവ് നടക്കുകയാണ് വീട്ടിലേക്ക്. ലാസർ ചേർന്ന് നടക്കുന്നു. മാർത്തയും മറിയും ഒപ്പമുണ്ട്. ശിഷ്യന്മാർ പിറകെയുണ്ട്. യഹൂദന്മാരുടെ കൂട്ടം പിന്നാലെയുണ്ട്. ഒരു വലിയ ഘോഷയാത്ര. 4 ദിവസം മുൻപ് ഇങ്ങോട്ട് കരഞ്ഞുകൊണ്ട് ശവപ്പെട്ടിയുമായി ശവമഞ്ചവുമായി വന്നവർ ഇപ്പോൾ അങ്ങോട്ട് ചിരിച്ചു കൊണ്ടുപോകുന്നു. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങളിങ്ങോട്ട് വന്നത് ചില ഭാരങ്ങളോടുകൂടിയാണ്, ചില ആകുലങ്ങളോടുകൂടിയാണ്, ചില വേദനാ വിഷയങ്ങളോടുകൂടിയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചില ഭാരങ്ങളുണ്ട്, സംശയമില്ല. പക്ഷേ നിങ്ങൾ തിരിച്ചു പോകുന്നത് ആർപ്പോടും ആനന്ദത്തിൻ്റെ കാഹളധ്വനിയോടും കൂടിയായിരിക്കും, സന്തോഷത്തിൻ്റെ സ്തുതിയോടു കൂടിയായിരിക്കും. എന്തുകൊണ്ട്? യേശു ക്രിസ്തു എന്ന അത്ഭുതം പ്രവർത്തിക്കുന്നു. ക്രിസ്തുവാണ് പ്രവർത്തിക്കുന്നത്. ക്രിസ്തു നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കാൻ നിങ്ങൾ തുറന്നു കൊടുക്കാമോ? കല്ല് നീക്കാമോ? അനേകരിന്ന് കല്ലുരുട്ടി വെച്ചുകൊണ്ടിരിക്കുകയാണ്. കല്ല് ചില തടസ്സങ്ങളുണ്ട്. നമ്മൾ നോക്കുമ്പോൾ പ്രയാസമാണ്, കല്ല് നീക്കാൻ പ്രയാസമുണ്ട്, ശരിയാണ്. പക്ഷേ കല്ല് നീക്കിയാൽ അത്ഭുതം നടക്കും. യേശു പ്രവർത്തിക്കും. പക്ഷേ നിൻ്റെ ജീവിതത്തിലെ ചില കല്ലുകൾ ഉരുട്ടി വെച്ചിരിക്കുന്നത് നീ മാറ്റണം, കല്ല് മാറ്റി കൊടുക്കണം. കല്ല് നീക്കുവീൻ എന്നാണ് കർത്താവ് പറഞ്ഞത്. കല്ല് നീക്കുവീൻ. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് ക്രിസ്തുവിൻ്റെ വചനം കടന്നു വരുന്നതിന് തടസ്സമായി ചില കല്ലുകളുണ്ട്. കല്ലിച്ച ചില ചിന്തകൾ, ചില ആത്മാവിനെതിരായ ചില ചിന്തകൾ, നിരാശാകരമായ ചില ചിന്തകൾ, സത്യവിരുദ്ധമായ ചില കാര്യങ്ങൾ എല്ലാം നമ്മുടെ ഇവിടെ കല്ലുപോലിരിക്കുകയാണ്. കൂട്ടായ്മയെക്കുറിച്ചും ചില തെറ്റിദ്ധാരണകൾ കല്ലുപോലിരിക്കുകയാണ്. കല്ല് നീക്കുവീൻ, അത്ഭുതം നടക്കും. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ ഹൃദയത്തിൽ അനേകം കല്ലുകളുണ്ട്. അനേകം കല്ലുകളിങ്ങനെ തടങ്ങൽ പറയായി നിൽക്കുകയാണ്, തടസ്സം കൊണ്ട്. നിങ്ങളുടെ കാര്യം ചെയ്യൂ. കർത്താവേ, എനിക്ക് സമ്മതമാണ്, എനിക്ക് സമ്മതമാണ്. നീ വീണ്ടെടുപ്പുകാരനാണ്, നീ രക്ഷകനാണ്, നീ സാക്ഷാത് സൃഷ്ടാവാണ്. അവിടത്തേക്ക് അസാധ്യമായിട്ട് ഒന്നുമില്ല. ഞാൻ വിശ്വസിക്കുന്ന കർത്താവേ, ഇന്ന് ഈ കല്ലിച്ച ഹൃദയത്തിലേക്ക് നിൻ്റെ തിരുവചനം കടന്നു വരണമേ. ഈ കല്ലിച്ചു പോയ, മരവിച്ചു പോയ ഹൃദയത്തിലേക്ക് തിരുവചനം കടന്നു വരണമേ. നിരാശപ്പെട്ട്, ആകുലപ്പെട്ട്, ആവലാതി കൊണ്ട് ഭാരങ്ങളിൽ കുരുങ്ങിയും കുലുങ്ങിയും വലയുന്ന എൻ്റെ ഹൃദയത്തിലേക്ക് യേശുവേ നീ കടന്നു വരണമേ. കല്ല് നീക്കാൻ എനിക്ക് സമ്മതമാണ് കർത്താവേ. ഈ കല്ലിച്ച ഹൃദയത്തെ നീ ആർദ്രമാക്കി തീർക്കണമേ. ഈ കല്ലിച്ച ഹൃദയത്തെ വെണ്ണ പോലെ മൃദുവാക്കി തീർക്കണമേ. കർത്താവേ, ഒരു പുതിയ ഹൃദയം എനിക്ക് തരണമേ. നിങ്ങൾ പ്രാർത്ഥിക്കുക പ്രിയപ്പെട്ടവർ. കാണാം നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് കല്ലുകൾ മാറിപ്പോകുന്നത്. എന്തെല്ലാം കല്ലുകളാണെന്നുള്ളത്, എന്തെല്ലാം. ജപ്തി നോട്ടീസ് ഒന്ന് മേശപ്പുറത്തിരിക്കുന്നു. എന്ത് ചെയ്യും? ജപ്തി നോട്ടീസ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എനിക്കറിയാം അനേകരിന്ന് വലഞ്ഞു കഴിയുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിലെ കല്ലെന്താണ്? മാറ്റാൻ തടസ്സമുള്ള കല്ലെന്താണ്? നിങ്ങളേതെങ്കിലും പാവമാണോ? പാപം അതവിടെ ഉള്ളതുകൊണ്ട് നിങ്ങൾ കർത്താവിനോട് പ്രവേശിക്കാൻ സാധിക്കുന്നില്ല. അവിടെ പ്രവേശിക്കാൻ സാധിച്ചാൽ കാര്യം മനോഹരമായി തീർന്നേനെ. ഇന്ന് പാപം അവിടെ കല്ലുപോലെ നിൽക്കുന്നു. പാപം. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, ഇതെല്ലാം കേൾക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം, എൻ്റെ ജീവിതത്തിൽ തുറന്നു കൊടുക്കേണ്ടത് എവിടെയെല്ലാമാണ്? ഏതെല്ലാം കല്ലുകളാണ് എൻ്റെ ജീവിതത്തിലുള്ളത്? ഏതെല്ലാം കല്ലുകളാണ്? നിങ്ങൾ പറയണം, കർത്താവേ ഉണ്ട്, ഞാൻ കല്ല് നീക്കാൻ തയ്യാറാണ്, ഞാൻ തയ്യാറാണ്. എനിക്ക് സമാധാനം വേണം, എനിക്ക് ജീവൻ വേണം. എൻ്റെ ആത്മാവ് മരിച്ചിരിക്കുന്നു, എനിക്ക് ജീവൻ വേണം. ഇനി ഞാൻ മരിച്ചാൽ ദൈവരാജ്യത്തിൽ എനിക്ക് പോകണം. ഇനി ഞാൻ മരിച്ചാൽ കർത്താവായ യേശുവിൻ്റെ മുഖാമുഖം കാണത്തക്കവണ്ണം സ്വർഗത്തിലേക്ക് എനിക്ക് പറന്നെത്തണം. യേശുവേ, ഇനി ഞാൻ മരിച്ചാൽ എനിക്ക് ദൈവരാജ്യത്തിൽ എത്തണം. ഇനി ഞാൻ മരിച്ചാൽ വിശുദ്ധന്മാരുടെ നിരയിൽ നിന്ന് എന്നെ സ്തുതിപ്പാൻ എനിക്ക് ഭാഗ്യം തരണം.
കർത്താവേ, കല്ല് ഞാൻ നീക്കാം, കല്ല് ഞാൻ നീക്കിക്കൊള്ളാം. എൻ്റെ ജീവിതത്തിൽ നിനക്ക് വേദനാകരമായിട്ടുള്ളതായ എല്ലാ തടസ്സങ്ങളും ഞാൻ മാറ്റിക്കൊള്ളാം. കർത്താവേ, ഞാനിതാ കല്ല് നീക്കുന്നു. കല്ല് നീക്കി യേശു മേലോട്ട് നോക്കി യേശു പ്രാർത്ഥിച്ചു. തുടർന്ന് യേശു പിതാവിനോട് തൻ്റെ ആശ പറഞ്ഞ് പ്രാർത്ഥിച്ചതിന് ശേഷം യേശു ലാസറേ പുറത്തു വരികയെന്ന് വിളിച്ചു. ലാസർ പുറത്തു വന്നു. സമാധാനത്തോടെ അവർ നടക്കുകയാണ് വീട്ടിലേക്ക്. ദൈവത്തിന് സ്തോത്രം. ഈ വാർത്തയെല്ലാം നാടാകെ വരുന്നു. നാട്ടിലെല്ലാം ആളുകൾ അത്ഭുതപ്പെട്ടില്ലേ? അവർ പലരും ശവസംസ്കാര സൂക്ഷിക്ക് കൂടിയവരാണ്. ലാസറിനെ കല്ലറയിലിരിക്കുന്നത് കണ്ടവരാണ്. ആ ലാസർ ഇന്ന് ജീവിച്ചിരിക്കുന്നു. അത് വന്ന് അവിടെ യെരൂശലേം ദേവാലയത്തിൽ മഹാപുരോഹിതന്മാരുടെയും ശാസ്ത്രിമാരുടെയും ഒക്കെ ചെവിയിലെത്തി. പെട്ടെന്നൊരു അർജൻറ്റ് സിനഡ് കൂടി. പെട്ടെന്ന് വളരെ അർജൻറ്റായിട്ടാണ് സുന്നതസ് കൂടിയത്. അവർ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും പരീക്ഷന്മാരും എല്ലാവരും ഉണ്ട്. ഇനി എന്താ ചെയ്യേണ്ടത്? ഈ ആളുകളിലെ യേശുവിൻ്റെ കൂടെ പോകുമല്ലോ. ഇത് ഒരു പ്രകടമായ സംഭവമല്ലേ നടന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ കൂട്ടായ്മയിലേക്ക് ആളുകൾ പോയാൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? നമുക്ക് കാര്യം ചെയ്യാം, ലാസറിനെയും കൊല്ലണം. എന്നാൽ പിന്നെ കുഴപ്പമില്ലല്ലോ. ലാസറിനെയും കൊല്ലണം എന്നവരാലോചിച്ചു. എന്ത് കാര്യത്തിന്? പാവം ജീവിച്ച ലാസറിനെ കൊല്ലേണ്ട കാര്യമുണ്ടോ? അവർക്ക് അവരുടെ മതം നിലനിർത്തണം, യഹൂദ മതം നിലനിർത്തണം, യഹൂദിൻ്റെ ദേവാലയം നിലനിർത്തണം. അവരുടെ കൂട്ടത്തിൽ നിന്ന് ആരും അങ്ങോട്ട് പോകരുത്. നോക്കൂ, എത്ര ജുഗുപ്സാവഹമായ പരിപാടിയാണത്. എത്രയോ ബീഭത്സമായ സ്വഭാവമാണത്. ജീവൻ പ്രാപിച്ച് സമാധാനത്തിന് വന്ന് ലാസറിനെ കൊല്ലണമെന്ന് അവർ പരിപാടി ഇട്ടു. യോഹന്നാന്റെ ശേഷം 11-ാം അധ്യായം മുഴുവനും ഒന്ന് വായിച്ചാൽ ഇതെല്ലാം നിങ്ങൾക്ക് അവിടെ കാണാം. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ കേൾക്കൂ പ്രിയപ്പെട്ടവരെ. ഇന്ന് മനോഹരമായ സമയം കർത്താവ് തന്നിരിക്കുന്നു. ഉയർത്തെഴുന്നേൽക്കാനുള്ള സമയം തന്നിരിക്കുന്നു. നിങ്ങൾക്കറിയാമോ, പാപത്തിൻ്റെ ശമ്പളം മരണമാണ്. പാപം ചെയ്യുന്ന ദേഹി മരിക്കും, പാപം ചെയ്യുന്ന നാളിൽ മരിക്കും. ആത്മാവിൽ മരിച്ചിരിക്കുന്നു. ആര്? പാപം എന്തെങ്കിലും ഉള്ളിലുണ്ടെങ്കിൽ. ഇപ്പോൾ പുറമെയുള്ള പാപം മാത്രമല്ല, അകത്തെന്തെങ്കിലും പാപം ഉണ്ടെങ്കിൽ ആത്മാവ് മരിച്ചിരിക്കുന്നു. ഏതെങ്കിലും കാര്യത്തിൽ കടുംപിടുത്തമുണ്ടെങ്കിൽ, ദുർവാശിയുണ്ടെങ്കിൽ, കോപമുണ്ടെങ്കിൽ, വൈരാഗ്യമുണ്ടെങ്കിൽ, പകയോ വിദ്വേഷമോ ഉണ്ടെങ്കിൽ, അശുദ്ധ വികാരങ്ങളുണ്ടെങ്കിൽ, മ്ലേച്ഛമായ മോഹങ്ങളുണ്ടെങ്കിൽ ആത്മാവ് മരിച്ചിരിക്കുന്നു. സംശയിക്കേണ്ട. അഹങ്കാരമുണ്ടെങ്കിൽ, ദ്രവ്യാഗ്രഹം ഉണ്ടെങ്കിൽ ആത്മാവ് മരിച്ചിരിക്കുന്നു. ആത്മാവ് മരിച്ചിരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 25-ാം വാക്യം വായിക്കൂ. യോഹന്നാൻ 5:25. ആത്മാവ് മരിച്ചിരിക്കുന്നു. മരിച്ചിരിക്കുന്ന ആത്മാവിന് വേണ്ടത് എന്താണ്? ജീവനാണ്. അനേകർക്ക് തടഞ്ഞുകൂടാ. ഞാൻ പള്ളിയിൽ പോകുന്നുണ്ടല്ലോ, ഞാൻ തീർത്ഥയാത്ര പോകുന്നുണ്ടല്ലോ, ഞാൻ നമസ്കാരം ചൊല്ലുന്നുണ്ടല്ലോ, ഞാൻ നോമ്പ് നോക്കുന്നുണ്ടല്ലോ, പിന്നെ എനിക്ക് എന്താ കുഴപ്പം എന്ന് ചിന്തിക്കുന്നു. പിന്നെ മനുഷ്യനല്ലേ ചില ബലഹീനതകളൊക്കെ ഉണ്ട്, ചില പാവങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ട്. അത് ബലഹീനതകൾ, മനുഷ്യൻ്റെ ബലഹീനതകൾ, വീക്ക്നെസ്. അത് സാധാരണ മനുഷ്യർക്കുള്ളതാണ്. എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ദൈവരാജ്യത്തിൽ പോകും എന്ന് വിചാരിച്ചിരിക്കുന്ന ആളുകൾ മനസ്സിലാക്കിയുള്ളൂ, നിങ്ങളുടെ ആത്മാവ് മരിച്ചിരിക്കുന്നു. പാവം നിങ്ങൾ ഉള്ളിടത്തോളം ആത്മാവ് മരിച്ചിരിക്കുന്നു. ആത്മാവ് മരണത്തിലാണ്. മരിച്ച ആത്മാവ്. വായിക്കൂ. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രൻ്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. മരിച്ചവർ ദൈവപുത്രൻ്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. മരിച്ചുപോയവർ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുകയാണ്. നിങ്ങൾ ഈ പാവപ്പെട്ട എന്നെ കാണണ്ട. എനിക്ക് നിങ്ങളോട് പറയാനൊരു പ്രത്യേക വാർത്തയുമില്ല, സ്വന്തമായിട്ടൊന്നുമില്ല. എനിക്കുള്ളത് യേശു തന്നതേ ഉള്ളൂ. ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് വചനം പറയുമ്പോൾ നിങ്ങൾ കേൾക്കൂ പ്രിയപ്പെട്ടവരെ. യേശു നിങ്ങളോട് സംസാരിക്കുകയാണ്. നിങ്ങളുടെ അടുത്തേക്ക് യേശു വന്ന് സംസാരിക്കുകയാണ്. അരികത്തുകൂടെ യേശു നടക്കുകയാണ്. മരിച്ചവർ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുകയും, മരിച്ചവർ എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കണം, വചനം കേൾക്കണം. മരിച്ചവർ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. ഇപ്പോൾ തന്നെ വന്നുമിരിക്കുന്നു. ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുകയാണ്. ദൈവപുത്രൻ്റെ ശബ്ദം. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അവൻ്റെ ശബ്ദം കേട്ട് ലാസർ ഉയർത്തെഴുന്നേറ്റു. യേശുക്രിസ്തു ശബ്ദം കേട്ട് വിധവയുടെ മകൻ ഉയർത്തെഴുന്നേറ്റു. ശവമഞ്ചത്തിൽ എടുത്തുകൊണ്ട് പോവുകയായിരുന്നു. ശവമഞ്ചത്തിൽ ലൂക്കോസിന് ശേഷം 7-ാം അധ്യായം വായിക്കുമ്പോൾ കാണാം. ശവമഞ്ചത്തിൽ എടുത്തുകൊണ്ട് പോകുന്നു. യുവാവാണവൻ. യുവാവ്. അമ്മ തൊട്ട് പിറകെ ആ ശവമഞ്ചത്തോട് ചേർന്ന് നടക്കുന്നുണ്ട്. പാവം വിധവയാണ്. ഇതുപോലെ ഇതേ വഴിയിൽ കൂടി ഭർത്താവിൻ്റെ ശവശരീരം മറവ് ചെയ്യാനായിട്ട്, സംസ്കരിക്കാനായിട്ട് കൊണ്ടുപോയത് നമുക്ക് ഓർമ്മയുണ്ട്. പക്ഷേ അന്ന് ഭർത്താവിൻ്റെ ശവശരീരം കല്ലറിൽ വെച്ചിട്ട് തിരിച്ചു വരുമ്പോൾ കയ്യിൽ പിടിച്ചുകൊണ്ട് വരാൻ മോൻ്റെ കൈ ഉണ്ടായിരുന്നു. മോൻ. ആ മോനാണ് ഇപ്പോൾ മരിച്ചു കിടക്കുന്നത്. ഇനി ഞാൻ ആരുടെ കയ്യിൽ പിടിക്കും? ആരുണ്ട് എനിക്ക്? പാവം ആ അമ്മ ഏങ്ങലടിച്ച് കരഞ്ഞുകൊണ്ട് വരുന്നു. അനേകം സ്ത്രീകളും പുരുഷന്മാരും എല്ലാം കരഞ്ഞുകൊണ്ട് വരുന്നു. വളരെ വേദനാകരമായ ഒരു ശവസംസ്കാര യാത്ര.
അപ്പോഴാണ് എതിരെ ഒരു കൂട്ടം ആളുകൾ വരുന്നു. നോക്കിയപ്പോഴാരാണ്? യേശു വരുന്നു. യേശു ശിഷ്യന്മാരുണ്ട്, കുറച്ച് ആളുകളുമുണ്ട്. ഈ മരണം മുമ്പോട്ട് പോകുമ്പോൾ ജീവൻ ഇങ്ങോട്ട് നേരെ വരുന്നു. സ്തോത്രം. നിങ്ങൾക്കറിയാമോ, ഇന്ന് ആത്മാവിൽ മരിച്ചിരിക്കുന്നവരുടെ നേരെ ജീവൻ്റെ ഉടയവൻ അടുത്ത് വരികയാണ്. നിങ്ങൾ വിശ്വസിക്കൂ? അന്ന് 2000-ലേറെ വർഷം മുൻപ് നയീൻ പട്ടണത്തിലെ തെരുവിൽ കൂടി ആ വിധവയുടെ മകനെ എടുത്തുകൊണ്ട് പോകുമ്പോൾ എതിരെ വന്ന കർത്താവായ യേശു ക്രിസ്തു, മകനെ, ഇന്ന് നിൻ്റെ ജീവിതത്തിൻ്റെ മരണം മാറ്റാൻ നിനക്ക് എതിരെ വരികയാണ്, നിൻ്റെ അരിയിലേക്ക് വരികയാണ്. അവർ കരയുന്നതെല്ലാം കർത്താവ് കണ്ടു. കർത്താവ് ആ സ്ത്രീയോട് പറഞ്ഞു, കരയണ്ട. എങ്ങനെ കരയാതിരിക്കും? ആകെയുള്ള ഒറ്റയ്ക്കൊരു മകൻ, ഭർത്താവ് മരിച്ചു പോയല്ലോ, ഈ ഒരു മകൻ മരിച്ച് അടക്കം കൊണ്ടുപോവുകയാണ്, എങ്ങനെ കരയാതിരിക്കും? കർത്താവ് പറഞ്ഞു, കരയണ്ട. ഇങ്ങനെ പറഞ്ഞിട്ട് കർത്താവ് ആ ശവമഞ്ചം ചുവന്നുകൊണ്ട് പോകുന്നതിൻ്റെ അരികത്ത് ചെന്നിട്ട് ആ മഞ്ചത്തിൽ തൊട്ടു. മഞ്ചത്തിൽ കർത്താവ് തൊട്ടപാടെ പെട്ടെന്ന് മഞ്ചം ഇങ്ങനെ ഇളകുന്നു, അനങ്ങുന്നു. അതിൻ്റെ മൂടി പയ്യെ തുറക്കുന്നു. എന്തൊരു അത്ഭുതം! മരിച്ച യൗവനക്കാരൻ എഴുന്നേറ്റിരിക്കുന്നു. അവർ താഴെ വെച്ചു. പിന്നെ ഞാൻ കാണുന്നത് മനോഹരമായ ചിത്രമാണ്. വേദപുസ്തകത്തിൽ അങ്ങനെയില്ല. ആ ചെറുപ്പക്കാരൻ താഴെ ഇറങ്ങിയ ഉടനെ യേശുവിൻ്റെ കാൽക്കൽ അങ്ങ് വീണു. യേശുവേ, ഇന്നു മുതൽ ഞാൻ നിൻ്റെ വക. കർത്താവേ, ഇന്നു മുതൽ ഞാൻ നിൻ്റെ സ്വന്തം. ഇനി എനിക്കൊരു പുതിയ ജീവിതം ഇല്ല കർത്താവേ, എൻ്റെ ജീവിതം മുഴുവൻ യേശുവിന്. അവനങ്ങനെ പറഞ്ഞുകൊണ്ട് യേശുവിൻ്റെ പാദം ചുംബിച്ചു. ദൈവത്തിന് സ്തോത്രം. യേശുവിൻ്റെ പാദം ചുംബിക്കാൻ നിങ്ങൾ വരികയാണെങ്കിൽ നിങ്ങളുടെ മുന്നിൽ കാണുന്ന പാദം മുറിവുള്ള പാദമാണ്. അന്ന് നയീൻ പട്ടണത്തിലെ ആ തെരുവിൽ വെച്ച് യേശുവിൻ്റെ പാദം ചുംബിച്ചപ്പോൾ കാലിൽ മുറിവുണ്ടായിരുന്നില്ല. എന്നാൽ യേശുവിൻ്റെ പാദം നിങ്ങൾ ചുംബിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ കണ്ടുകൊള്ളൂ, അവിടെ തിരുമുറിവുകളുണ്ട്. ആ മുറിവുകളിൽ നിന്ന് രക്തം ഒഴുകുന്നു. നിങ്ങളെ പാദം ചുംബിക്കുമ്പോൾ ആ തിരക്തം നിങ്ങളെ കഴുകുന്നു, നിങ്ങളുടെ പാവം മാറ്റുന്നു, നിങ്ങളുടെ പാവങ്ങളെല്ലാം ക്ഷമിക്കുന്നു, എല്ലാ പാവവും കഴുകിത്തരുന്നു, സ്വഭാവം മാറ്റുന്നു. എന്തൊരു അത്ഭുതം! പെട്ടെന്നാണ് മാറ്റം വരുന്നത്, പെട്ടെന്ന് മാറ്റം. നിരാശകൾ മാറുന്നു, ആകുലങ്ങൾ മാറുന്നു. ആ തിരക്തത്തിൻ്റെ അത്ഭുത ശക്തി, യേശു ക്രിസ്തുവിൻ്റെ തിരക്തത്തിൻ്റെ അത്ഭുത ശക്തിയാൽ നിങ്ങൾക്ക് ചൈതന്യം ലഭിക്കുന്നു. നിങ്ങൾ ഉണർവുള്ളവരായിത്തീരുന്നു. നിങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നല്ലതല്ലേ? യേശു നിങ്ങളുടെ അരികത്തേക്ക് വരുന്ന സമയം, യേശു നിങ്ങളുടെ അരികത്തേക്ക് വരികയാണ്. നിങ്ങൾ വിളിക്കുകയാണ്, പേർ ചൊല്ലി വിളിക്കുകയാണ്. ലാസറേ, പുറത്ത് വരിക എന്ന് ഉറക്കെ വിളിച്ചവൻ നിങ്ങളുടെ പേര് പറഞ്ഞ് വിളിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ആ യൗവനക്കാരൻ എഴുന്നേറ്റിരുന്നു. അവൻ താഴെ ഇറങ്ങി വന്നു, യേശുവിൻ്റെ കാൽക്കൽ വീണു, യേശുവിൻ്റെ പാദം ചുംബിച്ചു. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ശവവർക്കം കൊണ്ടുപോയ ആ കൂട്ടം നേരെ തിരിഞ്ഞു. എന്തൊരത്ഭുതം! ഇങ്ങനെ തിരിയുമെന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. ഈ യൗവനക്കാരൻ്റെ ശവശരീരം അടക്കം ചെയ്യുവാൻ പോയവർ അവരെല്ലാവരും കൂടി നേരെ തിരിഞ്ഞു. അപ്പോൾ യേശു മുന്നേ നടക്കുന്നു. ഈ ശവമഞ്ചം, ഒന്നുമില്ലാത്ത ശവമഞ്ചം, അതും ചുമന്നുകൊണ്ട് ഏതാനും പേരുണ്ട്. ആ യൗവനക്കാർ ശവമഞ്ചത്തിൽ കിടന്നവൻ യേശുവിൻ്റെ ഒപ്പം നടക്കുന്നു. ഇന്നും ചലനങ്ങൾ നടക്കുന്നുണ്ട്, ഇന്നും ജീവൻ പ്രവർത്തിക്കുന്നുണ്ട്, ഇന്നും ഈ നൂറ്റാണ്ടിൽ പ്രവർത്തിക്കുന്നുണ്ട്. സ്തോത്രം. നിങ്ങൾക്ക് പറയാൻ പറ്റുമോ, കർത്താവേ, അങ്ങനെയാണെങ്കിൽ അത് എൻ്റെ ജീവിതത്തിൽ തുടങ്ങണമേ, എന്നിൽ ആരംഭിക്കണമേ. സ്തോത്രം. എന്നിൽ ആരംഭിക്കണമേ. എൻ്റെ മരണാവസ്ഥ മാറ്റി എനിക്ക് ശാശ്വത ശാന്തി തരണമേ, സമാധാനം തരണമേ. യേശുവേ, നിൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ. എനിക്ക് ജീവൻ പകരണമേ. ആത്മാവ് ജീവിപ്പിച്ച് തരണമേ. ആത്മാവ് മരിച്ചിരിക്കുന്നു, ആത്മാവ് ജീവൻ പ്രാപിക്കാൻ ഭാഗ്യം എനിക്ക് തരണമേ. നിങ്ങൾ ഏത് സഭയിലുള്ളവരാണെങ്കിലും ഏത് സമുദായത്തിലുള്ളവരാണെങ്കിലും പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ആർക്കും പ്രാർത്ഥിക്കാം. അതിന് നിങ്ങൾ സഭ മാറേണ്ടതെന്നാണ് പറയുന്നത്, സമുദായം മാറേണ്ടതെന്നാണ് പറയുന്നത്. ആകെ പറയുന്നൊന്നുമല്ലോ, നിങ്ങളുടെ ഹൃദയം മാറും, സ്വഭാവം മാറും, ഇതുവരെയുള്ള ചിന്താഗതികൾ മാറും, നിരാശ മാറും, കോപം മാറും, വാശി മാറും, വഴക്ക് മാറും, പിണക്കം മാറും, വൈരാഗ്യം മാറും, സ്പർദ്ധ മാറും, അസൂയ മാറും, ദ്രവ്യാഗ്രഹം മാറും, സ്വാർത്ഥത മാറും, സ്ഥാനമോഹങ്ങൾ മാറും, എല്ലാ തിന്മകളും മാറിപ്പോകും. എന്നിട്ടോ യേശു ക്രിസ്തു നിങ്ങളിൽ ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന അനുഭവം നിങ്ങൾക്ക് ലഭിക്കും. ക്രിസ്തു നിങ്ങൾ ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. എന്തൊരത്ഭുതം! മഹത്തായി അനുഭവം ഉണ്ടാകാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? യേശു നിങ്ങളുടെ അരികത്തേക്ക് വരികയാണ്. നിങ്ങളുടെ അരികത്തേക്ക് വന്ന് നിങ്ങളോട് ചോദിക്കുകയാണ്, മോനെ, നിനക്ക് ഉയർത്തെഴുന്നേൽപ്പിന് ആഗ്രഹമുണ്ടോ? ഉയർത്തെഴുന്നേൽക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? സ്തോത്രം. മകളെ, നിനക്ക് വേണമോ ഉയർത്തെഴുന്നേൽപ്പ്? നിന്നെ ഞാൻ ജീവിപ്പിക്കാമെന്ന് പറയുന്നു. ജീവിപ്പിക്കാൻ യോഹന്നാൻ 10-ാം അധ്യായത്തിൽ കാണും, അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്രയും ഞാൻ വന്നിരിക്കുന്നത്. ജീവൻ തരും, സമൃദ്ധിയായ ജീവൻ തരും. സ്തോത്രം. ഈ ജീവൻ്റെ വെളിച്ചത്തിൽ ഉല്ലസിക്കാൻ എന്തൊരു ഭാഗ്യമാണെന്നോ. പിന്നെ ഒന്നും നമ്മളെ അലട്ടുകയില്ല. രോഗവേദന ഉണ്ടായിരിക്കും, സാരമില്ല. ചിലപ്പോൾ പൈസയുടെ ചെരുക്കുണ്ടായിരിക്കും, അതും സാരമില്ല, ഒക്കെ ഉണ്ടായിരിക്കും.
പക്ഷേ പരീക്ഷയുടെ അവൻ പോക്കുവഴി തരും. സ്തോത്രം. പരീക്ഷയുടെ നീക്കുപോക്ക് തരും. മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തൻ. നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയുന്ന ഇതേ പരീക്ഷ നേടുവാൻ സമ്മതിക്കാതെ അവൻ പരീക്ഷയുടെ പോക്കുവഴി ഉണ്ടാക്കും. 1 കൊരിന്ത്യർ 10-ാം. മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തൻ. നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയുന്ന ഇതേ പരീക്ഷ നേടുവാൻ സമ്മതിക്കാതെ അവൻ പരീക്ഷയുടെ പോക്കുവഴി ഉണ്ടാക്കും. നീക്കുപോക്ക് തരും. ഒരു പോക്കുവഴി തരും. രോഗം കൂടെ കിടക്കട്ടെ, ഞാൻ പറയട്ടെ, ഈ ശരീരത്തിനുള്ളിലേക്ക് യേശു വന്നാൽ, ഈ രക്തത്തിൽ കൂടി യേശുവിൻ്റെ രക്തം ഒഴുകിയാൽ, ഈ ശരീരത്തിലെ രക്തവരികൾ കൂടി യേശുവിൻ്റെ തിരക്തം ഒഴുകിയാൽ, സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയാമോ, നിങ്ങളുടെ ആവലാധികളൊന്നും ഒരു വിഷയമല്ലാതായിത്തീരും. ചിന്താ വിഷയമല്ലാതായിത്തീരും. എല്ലാം കർത്താവ് ഏറ്റെടുക്കും. എല്ലാം. കമ്മിറ്റ് ദൈ വേ അണ്ടു ഗോഡ്, ഹി വിൽ സസ്റ്റെയിൻ ദീ. നിൻ്റെ വഴി യഹോവയെ ഫലമേൽപ്പിക്കുക. ദൈവത്തിന് കൊടുക്കുക. നീ എല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുക. നിൻ്റെ ആകുലങ്ങൾ, നിൻ്റെ ഭാരങ്ങൾ, നിൻ്റെ സങ്കടങ്ങൾ, നിൻ്റെ വേദനകൾ എല്ലാം 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 ദൈവത്തിന് കൊടുക്കൂ. കമ്മിറ്റ് ദൈ വേ അണ്ടു ഗോഡ്, ഹി വിൽ സസ്റ്റെയിൻ ദീ. ദൈവം നിന്നെ പുലർത്തും. നിൻ്റെ ഭാര്യ യഹോവയുടെ വെച്ചു കൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങി പോകുവാൻ അവൻ ഒരു നാൾ സമ്മതിക്കുകയില്ല എന്ന് 55-ാം സങ്കീർത്തനം പറയുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവം കാക്കും. നമ്മുടെ കാര്യങ്ങൾ കർത്താവ് നോക്കും. നമ്മുടെ പരീക്ഷയുടെ കാര്യം കർത്താവ് നോക്കും. കുട്ടികൾക്ക്, നിങ്ങൾക്ക് നെറ്റ് എഴുതാൻ തുടങ്ങുന്നു, നിങ്ങൾക്ക് ആ പരീക്ഷയുടെ കാര്യം കർത്താവ് നോക്കും. നീറ്റ് എക്സാമിനേഷന് വേണ്ടി ഒരുങ്ങുന്നു, പരീക്ഷയുടെ കാര്യം കർത്താവ് നോക്കും. സത്യമാണ് പ്രിയപ്പെട്ടവരെ. 10ാം ക്ലാസ്സിലെ പരീക്ഷ വരാൻ പോകുന്നു. നിങ്ങൾക്ക് അത് കർത്താവ് നിങ്ങളോടുകൂടി ഇരിക്കും. വിദ്യാർത്ഥികൾക്ക് ഉടമസ്ഥനായി യേശു വരും. ജോലിക്ക് വേണ്ടി നിങ്ങൾ അപേക്ഷിക്കുന്നു, ജോലിയുടെ കാര്യം കർത്താവ് അന്വേഷിക്കും. നിങ്ങളുടെ കാര്യമല്ല, കർത്താവിൻ്റെ കാര്യമായി മാറും. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ഇതെല്ലാം ദൈവത്തിൻ്റെ കരുണയല്ലേ പ്രിയപ്പെട്ടവരെ? ദൈവത്തിൻ്റെ കരുണയല്ലേ? ഞാൻ നിരാശപ്പെട്ട് ഞങ്ങളുടെ വീടിൻ്റെ താഴത്ത് കിണറിൻ്റെ കരയിൽ ഒന്ന് അടയ്ക്കാമരമൊക്കെ നിൽക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അതൊക്കെ പോയി. അടയ്ക്കാമരത്തിൽ തല ഇങ്ങനെ പിടിച്ചുകൊണ്ട്, കൈ ഇങ്ങനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അടയ്ക്കാമരം ചാരിന്നുകൊണ്ട് ഞാൻ കരഞ്ഞിട്ടുണ്ട്. സ്കൂളിൽ നിന്ന് വന്നതിന് ശേഷം എനിക്ക് ആരുമില്ലല്ലോ, ഞാനതിനായി പോയല്ലോ. ദൈവത്തിന് സ്തോത്രം. ഏങ്കലടിച്ച് കരഞ്ഞുകൊണ്ട് നിന്നിട്ടുണ്ട്. കർത്താവിന് സ്തോത്രം. അന്ന് ഞാൻ അത്രയ്ക്കൊന്നും പ്രതീക്ഷിച്ചില്ല. ആ പ്രാർത്ഥനയും കർത്താവ് കേട്ടു. എൻ്റെ കണ്ണുനീരും കർത്താവ് കണ്ടു. കർത്താവ് എന്നെ നയിച്ചു, നടത്തി, ഇന്നയോളം കാത്തു. ഇന്നയോളം. കർത്താവിന് സ്തോത്രം. നിങ്ങളെന്ത് പറയുന്നു? നിങ്ങൾക്ക് യേശുവിൻ്റെ കരങ്ങളിൽ നിങ്ങളുടെ ജീവിതം കൊടുക്കാൻ തോന്നുന്നുണ്ടോ? ഈ ജീവിതം യേശുവിന് കൈമാറാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ദൈവത്തിന് സ്തോത്രം. യേശു നിങ്ങളുടെ അരികിലേക്ക് വന്നിരിക്കുകയാണ്. 5 അപ്പവും 2 മീനും, മോനെ നിൻ്റെ കയ്യിൽ ഇരുന്നാൽ നിൻ്റെ കയ്യിൽ തന്നെ ഇരിക്കും. നിനക്ക് ഒരു നേരത്തെ ആഹാരം വഹിക്കും. അമ്മ തന്നു തൊട്ട് അങ്ങനെയാണല്ലോ, ഒരു നേരത്തെ ആഹാരം. 5 അപ്പവും 2 മീനും. ആ ബാലകൻ ഒരു പൊതിയിൽ കെട്ടി അമ്മ കൊടുത്തത് അങ്ങനെ സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ്. 3 ദിവസമായിട്ട് അവൻ ഭക്ഷണം കഴിച്ചില്ല. കാരണം കർത്താവിൻ്റെ വചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ ഭക്ഷണത്തിൻ്റെ കാര്യം മറന്നുപോയി, വിശപ്പ് മറന്നുപോയി. അത്ര തീക്ഷ്ണതയുള്ള നല്ലൊരു ബാലകനായിരുന്നു. അപ്പോഴാണ് കർത്താവ് പറയുന്നത്, ശിഷ്യന്മാരോട് പറഞ്ഞത്, നിങ്ങൾ ഇവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീൻ. കുറച്ചും പേരാണോ? പുരുഷന്മാർ തന്നെ 5000 പേര്. ഇപ്പോൾ സ്ത്രീകളും ഏതാണ്ട് ഒരു 5000 കാണും, കുഞ്ഞുങ്ങളോ അതിലേറെ കാണും. എന്തു വലിയ കൂട്ടം! ശിഷ്യന്മാർ പറഞ്ഞു, നിങ്ങളിവിടെ ഇവരെ പന്തിയായിരുത്തുവീൻ. എല്ലാവരും പന്തിയായിട്ടിരുന്നു. ഇപ്പോൾ ആഹാരം കിട്ടുമെന്ന് വിചാരിച്ച് പാവങ്ങൾ കാത്തിരിക്കുക. ആഹാരം കിട്ടും, ഇപ്പോൾ കിട്ടും. 3 ദിവസമായി പട്ടിണിയല്ലേ? കർത്താവിന് സ്തോത്രം. അപ്പോഴാണ് ഈ ബാലകൻ അവൻ്റെ പൊതി ഇങ്ങെടുത്തു കക്ഷത്തിൽ നിന്ന്. അവൻ ആ പൊതിയിൽ നോക്കിക്കൊണ്ട് നിന്നു കുറച്ച് നേരം. ഇത് ഞാൻ കർത്താവിന് കൊടുത്താൽ വല്ലതും ആകുമോ? ഈ 5000 പേർക്ക് അതെന്താകും? അവന് മടി കൊടുക്കാൻ. പിന്നെയും കൊടുക്കാൻ കൈ നീട്ടും പോലെ തോന്നി. പിന്നെ അവൻ കൈ വലിക്കുന്നു. അപ്പോൾ അന്ത്രയോസ് അവൻ്റെ അടുക്കിലേക്ക് ചെന്നു. അവൻ തോളത്ത് പിടിച്ചു, മോനെ കൊടുത്തോ, കർത്താവ് വാങ്ങിക്കൊള്ളൂ, നീ കൊടുത്തോ, പേടിക്കണ്ട. അവനെ പിടിച്ചുകൊണ്ട് അന്ത്രയോസ് കർത്താവിന് മുമ്പിലേക്ക് കൊണ്ടുവന്നു. അവൻ വിറയ്ക്കുന്ന കൈയോടെ ഈ പൊതി കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തു. സ്തോത്രം. കർത്താവ് സ്വീകരിക്കുമോ ആവോ? ഈ നിസ്സാരമായ കാഴ്ച കർത്താവ് കൈക്കൊള്ളുമോ ആവോ? പേടിയാണ്, സംശയമാണ്. കർത്താവ് ഇരുകരവും നീട്ടി. അവൻ കൊടുത്തത് കർത്താവ് വാങ്ങി, പൊതി കഴിച്ചു. 5 അപ്പവും 2 മീനുമുണ്ട്. കർത്താവ് അത് നുറുക്കി, കർത്താവ് വാഴ്ത്തി നുറുക്കിയിട്ട് ശിഷ്യന്മാരുടെ കയ്യിലേക്ക് കൊടുത്തു. അപ്പോഴേക്കും ശിഷ്യന്മാർ എവിടുന്നോ വന്നിട്ട് കൊട്ട സമ്പാദിച്ചുകൊണ്ട് വന്നു. 12 കൊട്ടയിൽ ഇതങ്ങിട്ടു. എന്തൊരത്ഭുതം! ആ 12 കൊട്ടയിൽ നിറഞ്ഞ് ഇതാ എല്ലാവർക്കും വിളമ്പി കൊടുത്തു. വീണ്ടും കൊടുത്തു. തൃപ്തിയായി.
പിന്നെ ബാക്കിയുള്ള ശേഖരിക്കാൻ കർത്താവ് പറഞ്ഞു. ബാക്കിയുള്ള ശേഖരിച്ചു. അന്ന് രാത്രി സന്ധ്യയ്ക്ക് ഈ ബാലകൻ്റെ വീട്ടിൽ, അത് ഭാവനയാണ്, വേദപുസ്തകത്തിലില്ല, ബാലകൻ്റെ വീട്ടിൽ അന്ന് സന്ധ്യയ്ക്ക് ഈ അമ്മ വെപ്രാളോട് പറയുന്നു, മോൻ പോയിട്ട് 3 ദിവസമായല്ലോ, അവനൊന്നും കഴിച്ചു കാണൂലല്ലോ, കൊടുത്തു ഒരു 5 2 മീനെ കൊടുത്തു വിട്ടുള്ളൂ, അവന് വിശപ്പൊന്നും വരികയായിരിക്കില്ലേ എന്ന് അമ്മ പറയുന്നു. അപ്പം പറയുന്നു, മിണ്ടാതിരിക്കുക, അവൻ വരും, പേടിക്കേണ്ട, കർത്താവിൻ്റെ അടുക്കലേക്ക് അല്ലേ പോയിരിക്കുന്നത്, പേടിക്കേണ്ട. അപ്പോഴുണ്ട് അവൻ ഇങ്ങനെ നല്ല ഉല്ലാസത്തോടെ, നല്ല പ്രസന്ന മുഖത്തോടെ അവൻ വരുന്നു, നല്ല സന്തോഷം. അവൻ വന്നു അപ്പൻ്റെ അടുക്കലേക്ക് വന്നപ്പോഴേക്കും അപ്പൻ അവനെ നെറുകയിൽ ചുമ്മ വെച്ചു, അമ്മ അവനെ കെട്ടിപ്പിടിച്ചു, അവനങ്ങ് നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് നോക്കൂ, ഒരു 12 പേര് വന്നിട്ട് കൊട്ട നിറയെ അപ്പവും മീനുമായിട്ട് വരുന്നു. 12 പേര് ശിഷ്യന്മാർ 12 പേര്. അവരതെല്ലാം കൊണ്ടുവന്ന് അവരുടെ അപ്പൻ്റെ അമ്മയുടെ മുമ്പിൽ വെച്ചു. ഇതാ പിന്നാലെ യേശു വരുന്നു, പ്രശാന്തമോഹനമായ മുഖത്തോടെ, സ്നേഹാർദ്രമായ ഭാവത്തോടെ, വാത്സല്യാതിരേകത്തോടെ കർത്താവ് അപ്പനെയും അമ്മയും നോക്കി. നിങ്ങളുടെ ഈ മകൻ മൂലം ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും രക്ഷ വന്നിരിക്കുന്നു. നിങ്ങളുടെ ഈ മകൻ അവനുള്ളത് എനിക്ക് തന്നു, അതുകൊണ്ട് 5000 ആഹാരം കൊടുത്തു. നിങ്ങളുടെ ഈ മകൻ വീടിൻ്റെ സമ്പത്താണ്, നിങ്ങളുടെ മകൻ നാടിൻ്റെ സ്വത്താണ്. ഇവൻ തന്നതുകൊണ്ട് അത് എല്ലാവർക്കും ആഹാരമായി തീർന്നു. നിങ്ങൾ ഭാഗ്യമുള്ളവർ. കർത്താവായ യേശു ക്രിസ്തു അവരെ അനുഗ്രഹിച്ചു. നമ്മുടെ തലകളെ വണക്കാം, കണ്ണുകളെ അടയ്ക്കാം. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. തൈലത്തിന് സൗരഭ്യം കൊണ്ട് വീട് നിറയട്ടെ. കർത്താവിൻ്റെ അനുഗ്രഹം കൊണ്ട് നമ്മുടെ ജീവിതം നിറയട്ടെ. നമുക്ക് സമർപ്പിക്കാം, ജീവിതം കർത്താവിന് കൊടുക്കാം. ഭയപ്പെടേണ്ട, സംശയിക്കേണ്ട, കൊടുക്കാൻ സംശയിക്കേണ്ട. ഈ നിസ്സാരമായ ജീവിതം, ക്ഷണഭങ്കുരമായ ജീവിതം, നിമിഷ നേരത്തേക്ക് മാത്രം കാണുന്ന ഈ ജീവിതം, ഇന്ന് കാണുന്ന നാളെ വാടിപ്പോകുന്നതായി പൂവുകളുള്ളതായ ജീവിതം, ഈ നിസ്സാരമായ ജീവിതം ഇന്ന് നിങ്ങൾ യേശുക്രിസ്തുവിൻ്റെ കയ്യിലേക്ക് കൈമാറുമോ? യേശുവിനായിട്ട് നിങ്ങളുടെ ജീവിതങ്ങൾ പരിമേൽപ്പിക്കുമോ? യേശു ഇതാരുടെ അരികത്ത് നിൽക്കുന്നു. നിങ്ങൾ ഓരോരുത്തരോട് യേശു സംസാരിക്കുന്നു. യേശു നിങ്ങളെ വിളിക്കുന്നു. നിങ്ങളുടെ ഓമനപ്പുറത്തിൽ വിളിക്കുന്നു. നിങ്ങളുടെ പേര് യേശുവിനറിയാം, നിങ്ങളുടെ വീട് യേശുവിനറിയാം, നിങ്ങളുടെ സ്ഥലം യേശുവിനറിയാം. യേശു എല്ലാം അറിയുന്നവനാണ്. നിങ്ങളുടെ സൃഷ്ടാവ് നിങ്ങൾ വിളിക്കുന്നു. മകനെ, നിൻ്റെ ഹൃദയം എനിക്ക് തരിക, എൻ്റെ മകളെ, നിൻ്റെ ഹൃദയം എനിക്ക് തരിക എന്ന് പറഞ്ഞുകൊണ്ട് യേശു വിളിക്കുന്നു. നിങ്ങളിപ്പോൾ നിങ്ങൾ തന്നെ യേശുവിന് കൊടുക്കുവീൻ. യേശുവിനോട് നിങ്ങൾ വാക്ക് പറയുവീൻ. യേശുവേ, ഇന്നു മുതൽ ഞാൻ നിൻ്റെ മക. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിനോട് വാക്ക് പറയുവീൻ. യേശുവേ, ഇന്നു മുതൽ ഞാൻ നിൻ്റെ മക. അങ്ങനെ പ്രാർത്ഥിച്ചവരെ, അങ്ങനെ തീരുമാനമെടുത്തവർ മാത്രം കരങ്ങളൊന്ന് ഉയർത്താമോ? ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ജീവനുള്ള ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, അവിടുത്തെ മഹത്വമേറിയ വചനങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഈ മക്കളെല്ലാം അവിടുന്ന് അനുഗ്രഹിക്കണമേ കർത്താവേ. ഭാവി ജീവിതം ശോഭനമായി നെയ്പ്പന്തക്കണം കർത്താവേ. അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാൻ ഭാഗ്യം ലഭിച്ച ഈ മക്കളെ അവിടുന്ന് ഇപ്പോൾ അനുഗ്രഹിക്കണമേ, കാത്തുകൊള്ളണമേ. അവിടുത്തെ രണ്ടാമത്തവന് വേണ്ടി ഒരുക്കണമേ. തിരക്തത്താൽ കഴുകി ഒഴിപ്പാക്കണമേ. ഇതുവരെ ഒന്നുപോയ സകല പാവങ്ങൾ ക്ഷമിക്കണമേ. യേശുക്രിസ്തുവിൻ്റെ രക്തം സകല പാവങ്ങൾക്ക് ശുദ്ധീകരിക്കുന്നുള്ളതായ ശക്തമായ ഉറപ്പ് ഈ മക്കൾക്ക് നൽകണമേ. എല്ലാവരും അനുഗ്രഹിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമീൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അമൃതധാര എല്ലാ ശനിയാഴ്ചയും രാവിലെ 6:30 മുതൽ 7 മണി വരെ നിങ്ങളുടെ സൂര്യ ടിവിയിൽ.